ഹായ് നമസ്കാരം. അപ്പം റെക്കോർഡ് ഓണം ബോണസ്, അതെ, ആർക്കാണ്? വെബ്കോ LDC, സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന വെബ്കോ LDCയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പ്രാവശ്യം ഓണ ബോണസ് റെക്കോർഡ് ബോണസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകുന്ന 50% മുകളിലുള്ള വരുമാനം എവിടുന്നുള്ളതാണ്? വെബ്കോയിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പൊ ഈ ജോലിയാണ് ദാണ്ട ഈ വർഷം നവംബറിൽ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. നവംബറിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. നിങ്ങൾ പറ, ഇങ്ങനെ ഒരു ജോലി നമ്മൾ വിട്ട് കളയണോ? കളഞ്ഞാൽ എന്താ നഷ്ടം? എന്താ ബോണസ്? കണ്ടോ, എത്രയാ? 1,02,500 രൂപയാണ് ഈ പ്രാവശ്യം ബോണസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓണ ബോണസേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വേണോ വേണ്ടയോ പറ. ചിലർ പറയും വെബ്കോ അല്ലേ, അത് പറ്റില്ല. ക്യാഷ് അല്ലേ വേണ്ടേ, എന്തിനാ പണിയെടുക്കുന്നേ? ക്യാഷിന് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ പഠിച്ചാൽ അവിടെ എത്തിപ്പെടാൻ പറ്റിയാൽ മക്കളെ നല്ല പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന വെബ്കോ LDC. നവംബറോടുകൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. നവംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 6/2/2021 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 5/2/2027 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അപ്പൊ 6/5/2020 6/2/2027 പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ടാവണമെങ്കിൽ 2026 അവർ എക്സാം നടത്തിയിരിക്കണം. അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം നവംബറിൽ വരും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിനു വേണ്ടി പഠിച്ചാൽ ഇത് കിട്ടുമോ സാറേ? കഴിഞ്ഞ പ്രാവശ്യത്തെ എങ്ങനെയാണ് സാറേ? പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വൈഡിൽ അഡ്വൈസ് 229 അഡ്വൈസ് മാത്രമാണ് ഇതുവരെ പോയിട്ടുള്ളത്. കുറഞ്ഞ വേക്കൻസി ആണോ? കുറഞ്ഞ വേക്കൻസിയേ ഉള്ളൂ. പക്ഷേ ഈ 229 അഡ്വൈസിൽ ഒരു അഡ്വൈസ് നിങ്ങളാവണം. നിങ്ങൾക്കായിക്കൂടെ? എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനൊരു ജോലി കിട്ടാൽ എന്തൊക്കെ സാധാ LDC അല്ലെ LGS മറ്റ് പൊസിഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ മണി അത് ആലോചിച്ച് പഠിത്തം തുടങ്ങാം. ഓക്കെ, പിന്നെ കുറച്ച് സംശയങ്ങളുള്ളത് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം നിങ്ങൾക്ക്. ഓക്കെ, ഈ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ലെവൽ മാത്രമാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഏതൊരാൾക്കും പഠിച്ച് എഴുതാൻ പറ്റുന്ന ക്വാളിഫിക്കേഷന്റെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്ന എക്സാം ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ LD പോസ്റ്റിലേക്കാണ് കയറുന്നത് എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ റീജിയണൽ മാനേജർ വരെ ആകാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, സാധാരണ സർക്കാർ ജോലിയെ പോലെ ഒരു ജോലി അല്ല ഇത്. അതെന്താ സാറേ സാധാരണ സർക്കാർ ജോലി പോലെ അല്ലെന്ന് പറയാനുള്ള കാരണം? സാധാരണ 10 മണി തൊട്ട് 5 മണി വരെ ആണ് ഓഫീസ് ടൈം എങ്കിലും ഇതിന്റെ ഓഫീസ് ടൈം രാത്രി 9 മണി വരെ എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റുകളാണ് നിങ്ങൾക്കറിയാം. അപ്പം വൈകുന്നേരം ഈവനിങ് ടൈം 5 മണി തൊട്ട് 9 മണി വരെ നിങ്ങൾ ഔട്ട്ലെറ്റിൽ ഉണ്ടാവണം. ആ എക്സ്ട്രാ നിൽക്കുന്ന ടൈമിന് ഏകദേശം 425 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് കിട്ടും. സാലറി കൂടാതാണ്. ബോണസ് വേറെ ഉണ്ട്, സാലറി വേറെ ഉണ്ട്, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊമോഷൻ സാധ്യതകളുണ്ട്. അപ്പൊ മറ്റ് എക്സാമിനെ കാട്ടി നല്ല കിടുക്കൻ സാധനമാണ് ഈ വരാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഇപ്പോഴേ മെനക്കെട്ടോ 100-ൽ ഒരാളാവാൻ, നിങ്ങൾ 200-ലേക്ക് പോകണ്ട, 100-ൽ ഒരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, ഇനി ഇതിന് പഠിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം, ഈ വർഷം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന 10ാം ക്ലാസ് നിലവാരത്തിൽ അണ്ടറിൽ വരുന്ന കുറെ എക്സാംസുകളുണ്ട്. VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വെബ്കോ LDC,
അതുപോലൊക്കെ തന്നെ കമ്പനി ബോർഡ് LGS, ഈ മൂന്ന് എക്സാം ആണ് നമുക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്നത്. ഈ ഒരൊറ്റ പഠിത്തം മതി മക്കളെ, ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കയറി പിടിക്കാം. നമുക്ക് എപ്പോ തന്നെ അടിച്ചെടുക്കാൻ മാക്സിമം നോക്കാം. ഓക്കെ, ഇതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഏതാ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. സെയിം സിലബസ്, ചെറിയ വ്യത്യാസമൊക്കെ നമ്മൾ ക്ലിയർ ആക്കും. അതൊന്നും ഒരു കാര്യമല്ല, സെയിം ആണ്. പിന്നെ കമ്പനി ബോർഡ് LGS, അതും ഇല്ലെങ്കിൽ അടുത്ത എക്സാംസിൽ നമുക്ക് പിടിക്കാൻ പറ്റും. കമ്പനി ബോർഡ് LGS ഉറപ്പായിട്ടും എടുക്കാൻ പറ്റുന്ന എക്സാം. അപ്പൊ ഒറ്റ പഠിത്തത്തിന് 3 എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ, ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കണം. പഠിക്കേണ്ട രീതിയിലല്ല പഠിക്കുന്നതെങ്കിൽ കാര്യമില്ല. എങ്ങനെയാ സാറേ ഈ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്? കൃത്യമായിട്ട് സിലബസ് എടുത്ത് അതിനെ ഡിസൈൻ ചെയ്ത് ഓരോ ദിവസവും കൃത്യമായിട്ട് കൺസിസ്റ്റൻസി വരുത്തണം. എന്താണ് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ, സെൽഫ് സ്റ്റഡിക്കാര അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് പ്രശ്നമല്ല. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇപ്പോൾ AZB അക്കാഡമി ആണെങ്കിൽ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മാത്രം മതി. ഇപ്പൊ സെൽഫായിട്ട് പഠിക്കുന്നവരെടുത്ത് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാനിങ് ആണ്. പ്ലാനിങ് ചെയ്യുമ്പോൾ ഇത്ര എക്സാംസ് ഉണ്ട്, ഈ എക്സാംസിൽ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏത് സമയമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അതിന് എന്തൊക്കെ മെറ്റീരിയൽ വേണം, ആ പ്ലാനിങ് എല്ലാം ചെയ്ത് വെക്കാം. പിന്നെ ആ പ്ലാൻ ചെയ്ത സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. എക്സിക്യൂട്ട് ചെയ്യുകയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നു എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വെച്ച് പഠിക്കണം, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, അതിന് മെറ്റീരിയൽ കളക്ട് ചെയ്തു, പഠിക്കാനുള്ള സംഭവം, ഓക്കെ, പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാണ്. മൂന്നാമത്തെ കാര്യമാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഇതില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസി. പഠിക്കുന്ന കാര്യം കൺസിസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം, ഓർഡർ ആക്കണം. ഫസ്റ്റ് പ്ലാനിൽ നിങ്ങൾക്ക് ഇത് സിലബസ് എല്ലാം ഓർഡർ ആക്കണം. ഇന്ന് എന്ത് പഠിക്കണം, നാളെ എന്ത് പഠിക്കണം, മറ്റന്നാൾ. ഈ പഠിത്തം മാത്രം പോരാ, അതെന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ഇനി റിവിഷൻ മാത്രം ചെയ്താലും പോരാ, എക്സാമിന് മുന്നായിട്ട് എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്ന അതുപോലെ OMR പ്രാക്ടീസും ചെയ്യണം. ഈ 3 ഘട്ടം നേടിയിട്ടേ എടുത്തിട്ടേ പോകാവുള്ളൂ. അല്ലെങ്കിൽ സമയം ഒഴുത്തില്ല, സിലബസ് കംപ്ലീറ്റ് ആയില്ല, കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നു എന്നൊക്കെ ഒരുപാട് എക്സ്ക്യൂസുകൾ ഇങ്ങനെ വെളിയിലിറങ്ങി പറയേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മളുടെ ഈ 3 കൂടി 3-in-1 കോഴ്സ് നമ്മൾ AZB അക്കാഡമി കൊടുക്കുന്നുണ്ട്. ചെറിയ ഫീസ്, 3 കൂടി ചെറിയ ഫീസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഓരോ എക്സാമിന് സെപ്പറേറ്റ് ഫീസ് കൊടുക്കുവാണെങ്കിൽ, ഞാൻ പറയുന്നു ഇവിടെ അങ്ങനെ വരികയാണെങ്കിൽ ചെറിയ ഫീസിലാണ്. ഞാൻ ഫീസും കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഇപ്പൊ വെബ്കോ LDC 1000 രൂപ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 1000 രൂപ, കമ്പനി ബോർഡ് LGS മൊത്തത്തിനും കൂടി 3000 രൂപ നിങ്ങൾ അടച്ചാൽ മതി. സെപ്പറേറ്റ് ഒന്നുമില്ല, ഒറ്റ കോഴ്സിലാണ് എല്ലാം കൊടുക്കുന്നത്. 3000 രൂപ അടച്ചാൽ ഈ 3 കോഴ്സിനും ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. AZB അക്കാഡമിയുടെ കോഴ്സിൽ സ്റ്റോറിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. പ്രയാണം മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എപ്പോൾ വന്നാലും മെന്റർ ഇവിടെ അവൈലബിൾ ആണ്. വിളിച്ചു ചോദിക്കുക, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ നമ്മൾ എക്സാം നടത്തിക്കൊണ്ടുപോകും. എന്താ പഠിക്കുന്നത് അന്നന്ന് തന്നെ എക്സാം നടത്തും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ഇങ്ങനെയുള്ള എക്സാംസുകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൈവിട്ട് കളയരുത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, കൈവിട്ട് പോയാൽ ഇനിയും എത്ര വർഷം കഴിയണം എന്ന് നിങ്ങൾ ആലോചിച്ചു. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എക്സാം വരുന്നത്. ഈ പ്രാവശ്യം ഈ ഒരു ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു പഠിത്തം തന്നെ മതി 2027 നടക്കുന്ന LDCയിലേക്കും കൊണ്ടുപോകാൻ. മെനക്കെട്ട സംഭവം സെറ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയോ മുകളിലോ കിടക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് മൊത്തം ഡീറ്റെയിൽ, ഏത് കോഴ്സിനെ കുറിച്ചാണെങ്കിലും ഡീറ്റെയിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ബൈ.